എല്ലാവർക്കും അമ്ലി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അനിയത്തിയും കുഞ്ഞുവാവയും ദയ നിൽപ്പുണ്ട് കേട്ടോ. വാവി 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 ബാ ബാ. അപ്പോൾ നമുക്കിനി അനിയത്തിയുടെ വീടും പറമ്പൊക്കെ ഒന്ന് കാണാം. ഇതാണ് അവരുടെ ആ ഒരു ബാക്ക് സൈഡ്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഫുള്ള് കൃഷിയും പാടങ്ങളൊക്കെയാണ്. വാഴ, കപ്പ, പിന്നെ കുറേ തരം പച്ചക്കറികൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഫുള്ളും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് റബ്ബർ കാടുകളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ കാട്ടിൽ മേഘത്തിൽ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിയും കുഞ്ഞുങ്ങളും കൂടി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി കൂട്ടാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതേ ഉച്ചയൊക്കെ കഴിഞ്ഞ പാട് തന്നെ ഇറങ്ങാനായിട്ടുള്ള വഴി നോക്കുകയാണ്. അപ്പോൾ ഇത് മക്കൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അവരോട്. അങ്ങനെ അവരൊക്കെ വേഗം കഴിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിതേ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ അനിയൻ കുഞ്ഞായും വെച്ചോണ്ടിരിക്കുകയാണ്. അനിയൻ്റെ കാലിലൊരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മാത്രമായിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ ഓരോരുത്തരായിട്ട് റെഡിയായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി കയറിച്ച് കുറച്ചധികം ദൂരം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ആറ്റിങ്ങിലൊക്കെ എത്താറായിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 3-3.5 മണിക്കൂറോളം യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. കുഞ്ഞുമണികളൊക്കെ ഇരുത്തി എടുക്കാനായിട്ട് കുറച്ച് പാടും കേട്ടോ. അവർ വണ്ടിയിലൊന്നും അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉറക്കമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം സമാധാനമൊക്കെ നമ്മൾ പോയി. ലെഫ്റ്റ് തന്നെ ഫോട്ടോ അങ്ങനെ നമ്മളിതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജഗ്ഗാർ വഴിയാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. വലിയൊരു സംഭവമാണ് കേട്ടോ. അത് കാണിച്ചു തരാം. ഞാനും ആദ്യമാണ് കയറുന്നത്. എനിക്കും മുൻപരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മളിതേ വണ്ടി പാർക്ക് ചെയ്യാണ് ഇവിടെ. അങ്ങനത്തെ അപ്പുറത്തായിട്ടുണ്ടോ കുറേ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജഗ്ഗാർ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വരുന്നതിന് മുന്നേറ്റ് നമുക്കിതേ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങണം. എല്ലാവരും പിടിച്ചോണേ. എവിടെ
പിടിച്ചോ, നോക്കി ഇറങ്ങാം. അങ്ങനെ നമ്മളിപ്പോൾ ജഗ്ഗാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ പാട് തന്നെ അമ്പലമല്ല, കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ നടക്കുന്ന ഈ വഴിയിൽ 2 സൈഡായിട്ടും എന്താണ് പറയുക, കുറേ കടകളാണ് കേട്ടോ. ഒരുപാട് അതുപോലെ ചിപ്സ് ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കടകളുണ്ടല്ലോ, ഈ ചായക്കടകൾ, അങ്ങനെയൊക്കെയുള്ള കടകൾ ഒരുപാടുണ്ട്. പിന്നെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളുമാണ്. പിന്നെ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്, കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളും, പിന്നെ ചെരുപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ സൈഡിലായിട്ടാണ് കാണുന്നത് ബീച്ചാണ്. അങ്ങനെ ദേ ഇപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിനകത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ ഫോട്ടോയും വീഡിയോസ് ഒന്നും ഇതിൽ ഞാനിപ്പോൾ കാണിക്കാത്തത്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയ ശേഷം ദേ അവിടെ നിന്ന് ഉണ്ണിയപ്പം, ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ദേ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഈ ഒരു അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് മണി കെട്ടുന്നത്. മണി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. രസീത് എടുത്ത ശേഷം നമുക്കിവിടെ ഒരു ആൽമരമുണ്ട്, അവിടെ മണി കെട്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചായ കുടിക്കാനാണ് കേട്ടോ. ഈ വഴിനീളെ ചായക്കടകളാണ്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും അടുത്ത ജഗ്ഗാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ജഗ്ഗാറിൽ കയറി അപ്പുറത്തിറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.